എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ടെസ്റ്റിന്റെ ഒന്നാം ദിവസം അവസാനിച്ചപ്പോൾ ഇന്ത്യ വെറും 5 വിക്കറ്റ് നഷ്ടത്തിൽ 326 റൺസ് ഇപ്പോൾ നേടിയിട്ടുണ്ട്. ആദ്യം ഒന്ന് പതറിയെങ്കിലും പിന്നീട് മത്സരത്തിലേക്ക് ശക്തമായി തിരിച്ചുവരികയായിരുന്നു ഇന്ത്യ. രോഹിത് ശർമ്മ, രവീന്ദ്ര ജഡേജ, സർഫറാസ് ഖാൻ എന്നിവരായിരുന്നു ഇന്ത്യൻ നിരയിൽ ഇന്ന് ഇംഗ്ലണ്ടിനെ മുട്ടുകുത്തിച്ച താരങ്ങൾ. ഇന്ത്യക്കായി 131 റൺസെടുത്താണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പുറത്തായത്. 196 പന്തിൽ നിന്ന് 3 സിക്സും 14 ബൗണ്ടറികളുമായാണ് രോഹിത്തിന്റെ ഈ മിന്നും സെഞ്ചുറി നേട്ടം. ഇന്നത്തെ മത്സരശേഷം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്നത്തെ മത്സരത്തിൽ മികച്ച ഫോം കണ്ടെത്താൻ ആയതിൽ ഞാൻ അതീവ സന്തുഷ്ടവാനാണ്. ഈ മത്സരത്തിൽ നന്നായി കളിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതുതന്നെ സംഭവിക്കുകയും ചെയ്തു. ആദ്യം കളികയിൽ നിന്നും പോകുമെന്ന് വിചാരിച്ചില്ലെങ്കിലും പിന്നീട് വളരെ മികച്ച ഒരു സ്കോറിലേക്ക് എത്താൻ സാധിച്ചു. മാത്രമല്ല, ഇന്നത്തെ ജഡേജയുടെയും സർഫറാസിന്റെയും പ്രകടനം എടുത്തു പറയേണ്ട ഒന്നുതന്നെയാണ്. തുടരെ വിക്കറ്റുകൾ പോയപ്പോൾ പോലും സമ്മർദ്ദത്തിലാവാതെ ഇരുവർക്കും എന്നെപ്പോലെ തന്നെ കളിക്കളത്തിൽ പിടിച്ചു നിൽക്കാനായി. അത് ടീമിനെ അയാസം ഉയർന്ന സ്കോറിലേക്ക് എത്തിക്കാനായി. നാളെയും മികച്ച ഫോം പുറത്തെടുത്ത് മികച്ച ഒരു ടോട്ടൽ നേടി ഈ മത്സരവും വിജയിക്കുമെന്നും പരമ്പരയിൽ ലീഡ് നേടുമെന്നും രോഹിത് ശർമ്മ വ്യക്തമാക്കി. എന്തുതന്നെയായാലും ഇന്ത്യൻ ടീം വളരെ മികച്ച പ്രകടനം തന്നെയാണ് ഇപ്പോൾ കാഴ്ചവെച്ചിരിക്കുന്നത്. അവശേഷിക്കുന്ന വിക്കറ്റുകൾ കൊണ്ട് തന്നെ അനായാസം ഇന്ത്യക്ക് റെക്കോർഡ് ടോട്ടലിലേക്ക് ഒന്നാം ഇന്നിംഗ്സ് എത്തിക്കാൻ ആകും. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അനായാസം ഈ മത്സരം വിജയിക്കാൻ സാധിക്കും എന്ന് ഉറപ്പാണ്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.